എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ന്യൂ ഇയർ സ്പെഷ്യലായി പുറത്തുവന്ന 7 വമ്പൻ സിനിമകളുടെ OTT അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് പഞ്ചവത്സര പദ്ധതി എന്ന സിനിമയെക്കുറിച്ചാണ്. സിജു വിൽസൺ നായകനായി ഏപ്രിൽ മാസം തിയേറ്ററുകളിലേക്ക് എത്തി കോമഡി ഫാമിലി ജോണറിൽ പുറത്തിറങ്ങിയ മലയാളം സിനിമയാണ് പഞ്ചവത്സര പദ്ധതി. മനോരമ മാക്സ് നേരത്തെ തന്നെ സിനിമയുടെ OTT അവകാശങ്ങൾ വാങ്ങിച്ചിരുന്നു. ഇപ്പോഴത്തെ ഈ മലയാളം സിനിമ മനോരമ മാക്സ് വഴി ന്യൂ ഇയർ സ്പെഷ്യലായി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് രുദ്രം എന്ന സിനിമയെക്കുറിച്ചാണ്. രാജ് പി ഷെട്ടി, അപർണ ബാലമുരളി എന്നിവർ പ്രധാന റോളെത്തി കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തി ഭേദപ്പെട്ട അഭിപ്രായങ്ങൾ നേടിയെടുത്ത തെലുഗു സിനിമയാണ് രുദ്രം. ആക്ഷൻ ത്രില്ലർ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ജിഷോ ആന്റണിയാണ്. ഇപ്പോഴത്തെ ഈ തെലുഗു സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം വിറ്റഴിക്കപ്പെട്ടിരിക്കുകയാണ്. ആമസോൺ പ്രൈം വീഡിയോസ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ജനുവരി മാസം 3rd വീക്കിൽ പ്രൈം വീഡിയോസ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയെക്കുറിച്ചാണ്. ദിവ്യപ്രഭ, കനി കുസൃതി തുടങ്ങിയവർ പ്രധാന റോളെത്തി നിരവധി അവാർഡുകൾ വാരിക്കൂട്ടി A സർട്ടിഫിക്കറ്റ് ലഭിച്ച മലയാളം സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഇപ്പോഴത്തെ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപനം പുറത്തു വരുമ്പോൾ ജനുവരി 3 വരുന്ന വെള്ളിയാഴ്ച ചിത്രം Disney+ ഹോട്ട്സ്റ്റാർ വഴി മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഭാഷകളിൽ സ്ട്രീം ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് ഓശാന എന്ന സിനിമയെക്കുറിച്ചാണ്. ധ്യാൻ ശ്രീനിവാസൻ, അൽതാഫ് സലീം, വർഷ വിശ്വനാഥ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി നവംബർ മാസം തിയേറ്ററുകളിലേക്ക് പരാജയപ്പെട്ട കോമഡി ഡ്രാമ മലയാളം സിനിമയാണ് ഓശാന. സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം ഇപ്പോൾ വിറ്റഴിക്കപ്പെട്ടിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT അവകാശങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. ചിത്രം ഈ വരുന്ന വെള്ളിയാഴ്ച ജനുവരി 3 അല്ലെങ്കിൽ ജനുവരി 10 മനോരമ മാക്സ് വഴി സ്ട്രീം ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അടുത്ത അപ്ഡേറ്റ് പുഷ്പ ദ റൂൾ എന്ന സിനിമയെക്കുറിച്ചാണ്. ഡിസംബർ 5 തിയേറ്ററുകളിലേക്ക് എത്തി ലോകമെമ്പാടും നിന്നും ഹെവി പോസിറ്റീവ് റെസ്പോൺസ് നേടി 1500 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത പാൻ ഇന്ത്യൻ തെലുഗു സിനിമയാണ് പുഷ്പ 2. നേരത്തെ വിവിധ ഭാഷകളിൽ HD പ്രിന്റ് ലീക്കാക്കപ്പെട്ട സിനിമയുടെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ OTT റിലീസ് തീയതി പ്രഖ്യാപനം പുറത്തു വരുമ്പോൾ ജനുവരി മാസം ലാസ്റ്റ് വീക്കിൽ, അതായത് ജനുവരി 24 മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. രശ്മിക മന്ദാന, ഫഹദ് ഫാസിൽ, ശ്രീലീല എന്നിവർ കൂടി പ്രധാന റോളിലെത്തുന്ന ഈ ആക്ഷൻ ത്രില്ലർ സിനിമയുടെ OTT റിലീസിനായി നമുക്ക് കാത്തിരിക്കാം. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് ഐ എം കാതലൻ എന്ന സിനിമയെക്കുറിച്ചാണ്. ഗിരീഷ് ഷേഡി സംവിധാനം ചെയ്ത് നെസ്ലിൻ നായകനായി കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ ഹാക്കിംഗ് ത്രില്ലർ മലയാളം സിനിമയാണ് ഐ എം കാതലൻ. സിനിമയുടെ OTT അവകാശങ്ങൾ നേരത്തെ തന്നെ മനോരമ മാക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി ഈ സിനിമ എന്ന് OTT റിലീസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ അടുത്ത വെള്ളിയാഴ്ച ജനുവരി 10 ചിത്രം മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.